നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സഭയിലെത്താത്തതിനെ തുടർന്നുള്ള പ്രതിപക്ഷ ബഹളം തുടരുന്നതിനിടെ അസാധാരണ ഇടപെടലുമായി ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ CP രാധാകൃഷ്ണൻ. സഭയിലെത്തണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ആഭ്യന്തരമന്ത്രി അമിത് ഷായെ അറിയിക്കാൻ പാർലമെന്ററി കാര്യസമിതി കിരൺ റിജിജുവിനോട് ചെയർമാൻ അഭ്യർത്ഥിച്ചു. സഭയിൽ ഏത് മന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവിന് നിർദ്ദേശിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് റിജിജു പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോഴും ചെയർമാൻ ഇടപെട്ടു. പ്രതിപക്ഷ നേതാവിന്റേത് നിർദ്ദേശമല്ല, അഭ്യർത്ഥനയാണെന്നും അത് പ്രതിപക്ഷത്തിന്റെ വികാരമാണെന്നും ചെയർമാൻ മന്ത്രിയെ ഓർമ്മപ്പെടുത്തി. സഭാ നടപടികൾ തടസ്സപ്പെടുത്തരുതെന്ന് പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ച ചെയർമാൻ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ബഹളം വയ്ക്കരുതെന്നും ഭരണപക്ഷത്തോടും കർശനമായി നിർദ്ദേശിച്ചു. വിദ്യാർത്ഥി പ്രതിഷേധത്തെ പെല്ലറ്റ് ഗൺ ഉൾപ്പെടെ ഉപയോഗിച്ച് ക്രൂരമായി നേരിട്ടതിനെക്കുറിച്ച് അമിത് ഷാ പാർലമെന്റിൽ മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടും പ്രതിപക്ഷം ദിവസങ്ങളായി ഇരു സഭകളിലും പ്രതിഷേധിക്കുകയാണ്. ഇത് കാരണം ബില്ലുകൾ ചർച്ചയില്ലാതെ പാസാക്കേണ്ടി വരികയും ചോദ്യോത്തരവേളയും ശൂന്യവേളയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. വാക്പോരിനിടെ റൂൾ ബുക്ക് ഉദ്ധരിച്ച് റിജിജു വിമർശിച്ചതാണ് പ്രതിപക്ഷത്തെ ഇന്നലെ കൂടുതൽ പ്രകോപിതരാക്കിയത്. ഒരേ വിഷയം എല്ലാ ദിവസവും ഉന്നയിക്കാൻ സാധിക്കില്ല. സഭയിലെ പുതിയ അംഗമെന്ന നിലയിൽ കോൺഗ്രസ് നേതാവ് പവൻ ഖേരയ്ക്ക് ഉൾപ്പെടെ ആദ്യ പ്രസംഗം നടത്താൻ സാധിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. റിജിജുവിൽ നിന്ന് ചട്ടം പഠിക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ മറുപടി പറഞ്ഞു. ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും സഭയിലെത്തണം. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലാണ് ചോദ്യം ഉയർത്തുന്നതെന്നും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഖാർഗെ പറഞ്ഞു. അമിത് ഷാ പതിവായി പാർലമെന്റ് മന്ദിരത്തിലെ ഓഫീസിൽ എത്തുന്നുണ്ടെങ്കിലും സഭയിൽ വരുന്നില്ല. ജനാധിപത്യ മര്യാദകളെല്ലാം ലംഘിക്കുന്ന പെരുമാറ്റമാണിതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാർലമെന്റിലെ ചോദ്യങ്ങളെ ഭയന്ന് പിന്മാറുന്ന പ്രധാനമന്ത്രി പാതിരാത്രി സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇപ്പോൾ സംസാരിക്കുന്നതെന്നും പ്രതിപക്ഷം പരിഹസിച്ചു. ചെയർമാന്റെ ഇടപെടൽ പ്രതിപക്ഷത്തിന്റെ വിജയമാണെന്നും CPI കക്ഷി നേതാവ് P സന്തോഷ് കുമാർ MP പറഞ്ഞു. ജൂലൈ 20-ന് സമ്മേളനം തുടങ്ങിയത് മുതൽ വിട്ടുനിൽക്കുകയാണ് അമിത് ഷാ. പ്രതിപക്ഷ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന പ്രതീതി ഒഴിവാക്കാൻ ഭരണപക്ഷം പ്രയോഗിച്ച തന്ത്രമാണ് സഭാധ്യക്ഷൻ വഴിയുള്ള നീക്കമെന്നും വിലയിരുത്തുന്നു. 12-ന് വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം ഭേദഗതി ബില്ലിന്റെ ചർച്ചയ്ക്കായി അമിത് ഷാ സഭയിലെത്തും. ബിൽ JPCക്ക് വിട്ടേക്കും. അതേസമയം പ്രത്യേക സമ്മേളനം വിളിച്ച് വനിതാ സംവരണ ബിൽ പാസാക്കാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിച്ചതായാണ് സൂചന. തുടർച്ചയായ 14-ാം ദിവസവും ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളത്തിൽ ചോദ്യോത്തരവേള തടസ്സപ്പെട്ടിരുന്നു. ചർച്ചയില്ലാതെ ടാക്സേഷൻ ബിൽ 4 മിനിറ്റ് കൊണ്ട് പാസാക്കി. രാവിലെ 11-ന് ബഹളത്തിൽ രാജ്യസഭ പിരിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ CP രാധാകൃഷ്ണനെ ചേംബറിൽ സന്ദർശിച്ച് അമിത് ഷാ വരാത്തതിലെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. 12-ന് സഭ വീണ്ടും ചേർന്നപ്പോൾ 140 കോടി ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണെന്നും ആഭ്യന്തരമന്ത്രി സഭയിലെത്തി പ്രസ്താവന നടത്താൻ സഭാധ്യക്ഷൻ നിർദ്ദേശിക്കണമെന്നും ഖാർഗെ ആവശ്യപ്പെട്ടു. സഭ തടസ്സപ്പെടുത്തി പ്രതിഷേധിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്ന് അന്തരിച്ച BJP നേതാവ് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞതും ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് CP രാധാകൃഷ്ണന്റെ അപ്രതീക്ഷിത ഇടപെടൽ. ഏറെ കോലാഹലങ്ങൾക്കും പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കും വഴിവെച്ച വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സംഘടനകൾ ഉന്നയിച്ച ആശങ്കകളിലും വ്യക്തത വരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. നിർദ്ദിഷ്ട നിയമനിർമ്മാണം പൂർണ്ണമായും മതനിരപേക്ഷമാണെന്നും ക്രൈസ്തവ സമൂഹത്തെയോ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളെയോ ഉപദ്രവിക്കാൻ സർക്കാരിന് യാതൊരു ഉദ്ദേശവുമില്ലെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഇന്നലെ പാർലമെന്റ് മന്ദിരത്തിൽ കേരളത്തിൽ നിന്നുള്ള പ്രമുഖർ ഉൾപ്പെടെയുള്ള വിവിധ ക്രൈസ്തവ സഭകളുടെയും ന്യൂനപക്ഷ സംഘടനകളുടെയും പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ആഭ്യന്തരമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വരാനിരിക്കുന്ന ആഴ്ചയിൽ ബിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് എടുക്കുമെന്നും ബിൽ പാസാക്കുന്നതിനായി താൻ തന്നെ നേരിട്ട് സഭയിലെത്തുമെന്നും അമിത് ഷാ സംഘത്തെ അറിയിച്ചു. മൺസൂൺ സമ്മേളനം അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ ഓഗസ്റ്റ് 12-ന് ബിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് എടുത്തേക്കുമെന്നും നിയമത്തിലെ വ്യവസ്ഥകൾ മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കില്ലെന്നും ഉറപ്പ് ലഭിച്ചതായി കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത മിസോറാം മുഖ്യമന്ത്രി ലാൽ ദുഹോമ അറിയിച്ചു. DMK നേതാവും രാജ്യസഭ MPയുമായ P വിൽസന്റെ നേതൃത്വത്തിലെത്തിയ ജോയിന്റ് ആക്ഷൻ ഫോറം ഓൺ മൈനോറിറ്റീസ് പ്രതിനിധി സംഘമാണ് മന്ത്രിയെ കണ്ടത്. കത്തോലിക്ക, പ്രൊട്ടസ്റ്റ്, ഓർത്തഡോക്സ്,
തുടങ്ങിയ എല്ലാ സഭകളുടെയും പ്രതിനിധികൾ അടങ്ങിയ സംഘമാണ് അമിത്ഷായുമായി ചർച്ച നടത്തിയത്. ഡൽഹി രൂപത ആർച്ച് ബിഷപ്പ് അനിൽ കുട്ടോ, മലങ്കര ബാർത്തോമ സിറിയൻ ചർച്ചിലെ സക്രിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ, CBCI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ മാത്യു കോയിക്കൽ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഡോക്ടർ യുഹാനോൻ മാർ ദിമിത്രിയോസ് തുടങ്ങി പ്രമുഖ സഭാ നേതാക്കൾ സംഘത്തിലുണ്ടായിരുന്നു. വിദേശ സംഭാവന ലഭിക്കുന്ന NGOകളുടെയോ സ്ഥാപനങ്ങളുടെയോ രജിസ്ട്രേഷൻ റദ്ദാക്കുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ആ ഫണ്ട് ഉപയോഗിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയെ നിയമിക്കുമെന്ന വ്യവസ്ഥയിലാണ് ക്രൈസ്തവ സംഘടനകൾ പ്രധാനമായും ആശങ്ക അറിയിച്ചത്. ഈ അതോറിറ്റിക്ക് സിവിൽ കോടതിയുടെ അധികാരമുണ്ടാകുമെന്നും സ്വത്തുക്കൾ സർക്കാരുകളിലേക്കോ മറ്റ് സ്ഥാപനങ്ങളിലേക്കോ കൈമാറാൻ ഉത്തരവിടാനാകുമെന്നും ബില്ലിൽ പറയുന്നു. ജുഡീഷ്യൽ മേൽനോട്ടമില്ലാതെ ഇത്തരം സ്വത്തുക്കൾ സർക്കാരിന് എങ്ങനെ കണ്ടുകെട്ടാനാകുമെന്ന ചോദ്യം പ്രതിനിധികൾ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചു. ബില്ലിലെ ഏറ്റവും കടുപ്പമേറിയ 3-ാം അധ്യായം പിൻവലിക്കുകയും 15-ാം വകുപ്പ് നീക്കം ചെയ്യുകയും വേണമെന്നാണ് തങ്ങൾ ആവശ്യപ്പെട്ടതെന്നും P. വിൽസൺ MP വ്യക്തമാക്കി. ബില്ല് ഉടനടി പാസാക്കാതെ പുനഃപരിശോധനയ്ക്കായി സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണമെന്നും സംഘം അഭ്യർത്ഥിച്ചു. FCRA ലൈസൻസ് പുതുക്കി കിട്ടാതിരിക്കുക, റദ്ദാക്കിയ ലൈസൻസ് പുനഃസ്ഥാപിക്കാതിരിക്കുക തുടങ്ങിയ കാരണങ്ങളാൽ സ്ഥാപനങ്ങളുടെ ആസ്തികൾ പൂർണ്ണമായോ ഭാഗികമായോ കേന്ദ്ര സർക്കാരിന് ഏറ്റെടുക്കാൻ അധികാരം നൽകുന്നതാണ് നിലവിലെ കിരാതമായ വ്യവസ്ഥയെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇത്തരത്തിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെയും ആശുപത്രികളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും തകർക്കുമെന്നും പ്രതിനിധികൾ വ്യക്തമാക്കി. എന്നാൽ മുൻകൂർ നോട്ടീസ് നൽകി വ്യക്തമായ അന്വേഷണം നടത്തിയ ശേഷമേ തുടർ നടപടികൾ ഉണ്ടാകൂ എന്നും നിർദ്ദിഷ്ട ലക്ഷ്യങ്ങളിൽ നിന്ന് മാറി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ മാത്രമേ നടപടി ഉണ്ടാകൂ എന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. ചട്ടങ്ങൾ രൂപീകരിക്കുന്ന വേളയിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തുമെന്നും ആഭ്യന്തര പ്രതിനിധികൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മറുവശത്ത് വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തെ ചൊല്ലിയും മറ്റു വിഷയങ്ങളെ ചൊല്ലിയും പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എന്നാൽ ബഹളത്തിനിടയിൽ FCRA ബിൽ പാസാക്കാൻ അനുവദിക്കരുതെന്നും ബില്ല് സഭയിൽ കൊണ്ടുവരുമ്പോൾ ചർച്ചയിൽ പങ്കെടുക്കണമെന്നും കോൺഗ്രസിനോട് സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബില്ലിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഭേദഗതികളും ആശങ്കകളും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടെന്നും സഖ്യകക്ഷികൾ ചൂണ്ടിക്കാട്ടുന്നു. വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി എത്തുന്നതോടെ FCRA ബില്ലിനെ ചൊല്ലി വൻ വാദപ്രതിവാദങ്ങൾക്കാകും സഭ സാക്ഷ്യം വഹിക്കുക. സംഘം ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങൾ മന്ത്രിസഭയിലെ മറ്റു സഹപ്രവർത്തകരുമായി ആലോചിച്ച ശേഷം അനുഭാവപൂർവ്വം തീരുമാനമെടുക്കുമെന്നാണ് അമിത്ഷാ ഉറപ്പ് നൽകിയിട്ടുള്ളത്. അടുത്ത ആഴ്ച ബില്ല് സഭയിൽ വരുമ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിനായിരിക്കും ഡൽഹി സാക്ഷ്യം വഹിക്കുക.